ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, ചിലരൊക്കെ പറയുന്നൊരു കംപ്ലൈൻ്റാണ്, ഡ്യൂട്ടിക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഡ്യൂട്ടി കയറി കഴിഞ്ഞ് 1-2 മണിക്കൂറിന് ശേഷമാണ് അവർക്കൊരു ലോവർ ബാക്കിൽ ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് ചെറിയ മസിൽ പെയിൻ പോലെയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടുണ്ടാവാം. ഇതെങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളൊരുപാട് സമയം നിൽക്കുക, നടക്കുക, ഇതുപോലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ കോർ മസിൽസാണ് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടും സ്റ്റെബിലിറ്റിയും എല്ലാം തരുന്നത്. ഒരു പക്ഷേ നമ്മുടെ ആ ഒരു കോർ മസിൽസ് പ്രോപ്പറായിട്ട് ടോൺഡ് അല്ല, അതുപോലെ പ്രോപ്പറായിട്ട് അതിന് മസിൽ സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ലോഡ് വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലത്തെ മസിൽസിലേക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ മസിൽസ് ഒന്നല്ലെങ്കിൽ ടൈറ്റ്നസ് അല്ലെങ്കിൽ മസിൽ സ്പാസം എന്നൊരവസ്ഥയിലേക്ക് പോകും. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് വേദനയും മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നിൽക്കുന്ന രീതി അവിടെ ഇവിടെയും ശരിയാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കോർ മസിൽസിൻ്റെ ആയാലും ലോവർ ലിംബ് മസിൽസിൻ്റെ ആയാലും ഏത് മസിൽസാണ് നമുക്ക് വീക്ക്നെസ് ആയിട്ടുള്ളത്, അതുപോലെ ഏത് മസിൽസിനാണ് അതുപോലെ ടൈറ്റായിട്ട് നമുക്ക് ആ ടോൺ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ്. താങ്ക് യു.